ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ പ്രത്യക്ഷ സമരം ശക്തമാക്കി LDF എന്ന വാർത്തയാണ് ഇന്ന് പ്രേക്ഷകരിലേക്ക് റിപ്പോർട്ടർ എത്തിക്കുന്ന ആദ്യത്തെ വാർത്ത. നിയമസഭ പാസാക്കിയ ഭൂപതിവ് നിയമ ഭേദഗതിയിൽ ഒപ്പിടാത്തതിനെതിരെ ഇടത് കർഷക സംഘടനകൾ നാളെ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തും. അതെ, സമരം നടക്കുന്ന സമയം ഗവർണർ പക്ഷേ രാജ്ഭവനിൽ ഉണ്ടാകില്ല. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ക്ഷണം സ്വീകരിച്ച് ഇടുക്കിയിലായിരിക്കും അപ്പോൾ ഗവർണർ. റിപ്പോർട്ട് കണ്ടുവരാം. ഭരണവും സമരവും ഒന്നിച്ചു കൊണ്ടുപോവുക എന്നത് EMSന്റെ കാലത്തെ CPIഎമ്മും ഇടതുപക്ഷവും അനുവർത്തിച്ചു പോരുന്ന ശൈലിയാണ്. കേന്ദ്രത്തിൽ നിന്ന് അർഹമായത് നേടിയെടുക്കാനായിരുന്നു അന്ന് ഭരണവും സമരവും എന്ന ശൈലി സ്വീകരിച്ചത്. മുൻപ് കേന്ദ്രവിരുദ്ധ സമരങ്ങളുടെ അരങ്ങേറ്റത്തിനുള്ള പ്രതീകമെന്ന നിലയിലാണ് രാജ്ഭവൻ സമരങ്ങളുടെ വേദിയായിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ സമരം കേന്ദ്ര പ്രതിനിധി എന്ന് പറയാവുന്ന ഗവർണർക്കെതിരെയാണ്. യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ തെരുവ് പ്രതിഷേധങ്ങൾ തുടരുന്നതിനിടയിൽ CPIഎമ്മും വർഗ ബഹുജന സംഘടനകളും ഗവർണർക്കെതിരായ സമരങ്ങളുടെ മുൻനിരയിലേക്ക് വരികയാണ്. നാളെ സംയുക്ത കർഷക സമിതിയുടെ രാജ്ഭവൻ മാർച്ച് അതിന് നാന്ദി കുറിക്കും. ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായി നിയമസഭ പാസാക്കിയ നിയമ ഭേദഗതിയിൽ ഗവർണർ ഒപ്പുവെക്കാത്തതിനെതിരെയാണ് കർഷക സംഘടനകൾ രാജ്ഭവനിലേക്ക് മാർച്ച് ചെയ്യുന്നത്. പാവപ്പെട്ട ജനങ്ങളെയും കർഷകരെയും ബാധിക്കുന്ന പ്രശ്നത്തിൽ ഗവർണർ സ്വീകരിക്കുന്ന സമീപനം തിരുത്തണമെന്നാണ് ഇടത് കർഷക സംഘടനകളുടെ ആവശ്യം. മാർച്ചിന് കാരണമായ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി മുതിർന്ന നേതാവ് MM മണി ഗവർണറെ കടുത്ത ഭാഷയിൽ വിമർശിച്ചിരുന്നു. ഇവിടുത്തെ ജനങ്ങളെ ആകെ ബാധിക്കുന്ന നിയമമാണ് ഭൂ നിയമം. ആ നിയമം പാസാക്കി അയച്ചിട്ട് അത് ഒപ്പിടുകയല്ല. ആ ഒപ്പിടുകയല്ലാത്ത നാളികയെ വിളിച്ച് നിങ്ങൾ ഇവിടെ വിരുന്തൂക്കുകയും സ്വീകരിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ ഇടുക്കിയിലെ ജനങ്ങൾ വിഡ്ഢികളാണോ? വെള്ളം കിടക്കുന്നതിന് വായി നോക്കിയൊക്കെയാണ് ഗവർണറെ കൊണ്ടുവെക്കുന്നത്. രാജ്ഭവനിലേക്ക് കർഷകർ മാർച്ച് ചെയ്യുമ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇടുക്കിയിലേക്ക് പോകുന്നതാണ് MM മണിയെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ഇടുക്കി വിഷയം ഉന്നയിച്ച് നടത്തുന്ന പ്രക്ഷോഭം അരങ്ങേറുമ്പോൾ ഗവർണർ ഇടുക്കിയിലെത്തുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഗവർണർ അങ്ങനെ മിടുക്കനാകേണ്ട എന്ന് കരുതിയാണ് നാളെ LDF ഇടുക്കിയിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സമരം ചെയ്യുന്ന ഇടതുപക്ഷത്തിന് ശക്തമായ തിരിച്ചടിയാണ് ഗവർണർ നൽകുന്നതെന്ന് തോന്നാമെങ്കിലും സത്യം അതല്ല. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ വളരെ മുൻപേയുള്ള ക്ഷണം സ്വീകരിച്ചാണ് ഗവർണർ നാളെ ഇടുക്കിയിലേക്ക് പോകുന്നതെന്നാണ് രാജ്ഭവന്റെ വിശദീകരണം. വ്യാപാരികളുടെ കാരുണ്യ സുരക്ഷാ പദ്ധതിയുടെ ഉദ്ഘാടനമാണ് ഗവർണറുടെ തൊടുപുഴയിലെ പരിപാടി. എന്നാൽ ഭൂപതിവ് നിയമ ഭേദഗതിക്കെതിരെ പരാതിയുമായി തന്നെ സമീപിച്ചവരെ ഗവർണർ ഇടുക്കിയിൽ വെച്ച് കാണുമെന്ന ഇടതു നേതൃത്വം സംശയിക്കുന്നുണ്ട്. പരാതികൾ ചൂണ്ടിക്കാട്ടിയാണ് സെപ്റ്റംബറിൽ നടന്ന സഭാ സമ്മേളനം പാസാക്കിയ നിയമ ഭേദഗതി ഒപ്പുവെക്കാതെ ഗവർണർ മാറ്റിവെച്ചിരിക്കുന്നത്. ലഭിച്ച പരാതികളിൽ ഗവർണർ സർക്കാരിനോട് വിശദീകരണം ആരാഞ്ഞിരുന്നു. സർക്കാർ അതിന് മറുപടി നൽകിയെന്നാണ് റവന്യൂ വകുപ്പ് നൽകുന്ന അറിയിപ്പ്. നിയമ ഭേദഗതിയുടെ മെറിറ്റിലേക്ക് കടന്നുള്ള പരാതികളിലല്ല ഗവർണർ വിശദീകരണം ചോദിച്ചതെന്നും സർക്കാർ വൃത്തങ്ങൾ വെളിപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ ഭൂപതിവ് നിയമ ഭേദഗതിയിൽ ഒപ്പുവെക്കാത്തത് ബോധപൂർവമാണെന്നും സർക്കാർ സംശയിക്കുന്നുണ്ട്. ഇതാണ് ഗവർണർക്കെതിരായ പ്രക്ഷോഭം കടുപ്പിക്കാൻ ഇടതു നേതൃത്വത്തെ പ്രേരിപ്പിച്ചത്. പരിധി വിട്ട് നീങ്ങുന്ന സർക്കാർ ഗവർണർ പോര് കൂടുതൽ മൂർച്ഛിപ്പിക്കുന്നതാകും പുതിയ സമരങ്ങൾ. നിയമപരമായും രാഷ്ട്രീയമായും നേരിടാനിറങ്ങുമ്പോൾ ഫലം പൂർണ്ണമായും അനുകൂലമാകുമോ എന്ന് ഉറപ്പില്ല. ഇപ്പോൾ ആകെയുള്ള പ്രതീക്ഷ ഈ വർഷം സെപ്റ്റംബറിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലാവധി അവസാനിക്കുമെന്നത് മാത്രമാണ്. 2024 പൊതുതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് കൂടി പങ്കാളിത്തമുള്ള ഇന്ത്യ മുന്നണി വിജയിച്ചാലും കാര്യങ്ങൾ അനുകൂലമാകുമെന്ന് ഇടതു നേതൃത്വം പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.